ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ഫെബ്രുവരി 23 പ്രൈസ് ആക്ഷൻ നോക്കാം. ഇന്ന് മൺഡേ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ES NQ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഡെയിലി ക്യാൻഡിൽ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഓവറോൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ബുള്ളിഷ്. ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ റീസെൻറ്റ് പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ബാരിഷ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. ഈ ഒരു ക്യാൻഡിൽ ഉണ്ട്, ഇത് 75% മേലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ക്യാൻ ആക്ച്വലി ഗോ ഐദർ വേസ്. ഇത് ചിലപ്പോൾ ഇത് ഇൻവേഴ്സ് ചെയ്യാം, ഓർ ഇറ്റ് ക്യാൻ ഇതിൻ്റെ ലോയിൽ വരണം. ലൈക്ക് ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ടു ഗോ ലോവർ ആണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് പോകും. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് കൺഫ്യൂസിങ് ഇൻ ഡെയിലി ക്യാൻഡിൽ. 4 hour നോക്കുകയാണെങ്കിൽ ഈ സെയിം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കറക്റ്റ് ഏകദേശം 50% ഓഫ് ദ ലെവലിലാണ് നിൽക്കുന്നത്. സോ ദിസ് ക്യാൻ maybe go lower. But the problem is recent price action bullish ആണ്. അത് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഉള്ളതുകൊണ്ടായിരിക്കും വന്നത്. സോ ഇത് 50% മിറ്റിഗേറ്റ് ചെയ്തതുകൊണ്ട് ഇറ്റ് ക്യാൻ ഗോ ഐദർ വേസ് നൗ. ഓക്കെ, ഇവിടെ ഒരു ഇൻവേർഷൻ കണ്ടോ? ആ ഇൻവേർഷൻ ഉണ്ട്, പ്ലസ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയും ന്യൂട്രലാണ് പ്രൈസ്. ഓക്കെ, നമുക്കിനി 1 hour നോക്കുവാണെങ്കിൽ ആക്ച്വലി സെൽ സൈഡിൽ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. കണ്ടോ, ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ എല്ലാവരും ലിക്വിഡിറ്റി ഉണ്ട്. ഇത് മൊത്തം ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയാണ്. സോ പ്രൈസ് ക്യാൻ ആക്ച്വലി ബ്രേക്ക് ദിസ്. അതൊരു നല്ല ലിക്വിഡിറ്റി പൂളാണ്. പ്ലസ് ഈ റിലേറ്റീവ്ലി ഈക്വൽ ഹൈസ് ഉണ്ടോ, റിലേറ്റീവ്ലി ഈക്വൽ ഹൈസ് ദാറ്റ് ടു ഇൻ ദിസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പം ലിക്വിഡിറ്റി ആക്ച്വലി ബോത്ത് സൈഡ്സ് ആണ് സെയിം. ഡെയിലി 4 hour 1 hour ഒക്കെ ഒരേ ഒരു ക്യാരക്ടർ കാണുന്നത്, ന്യൂട്രൽ ക്യാരക്ടർ കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ can go either ways. It's not really the one directional അല്ല മാർക്കറ്റ്. ഇപ്പോൾ ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ലിക്വിഡിറ്റി ഉണ്ട്, ഇതും എല്ലാവരിലാണ്. ഓക്കെ, പ്രൈസ് ഇങ്ങനെ ഒരുപാട് കാരണം വരച്ച് വെച്ചിട്ട് ഞാനധികം വൃത്തികേടാക്കുന്നത് എനിക്കിഷ്ടമല്ല ചാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 30 minutes ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ആക്ഷൻ. 15 minutes സെയിം ആണ്. 15 minutes നമുക്ക് ജസ്റ്റ് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. സോ ഓപ്പണിങ് ഇവിടെ ഒരു വീക്ക്ലി പ്രൈസ് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, weekly opening gap, that is an important liquidity. Okay, very important സാധനമാണ്, സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ഉള്ളത് പ്രൈസ് ഏഷ്യൻ ഹൈ. പിന്നെ നമുക്ക് അതേ സെയിം ലിക്വിഡിറ്റി സ്റ്റാൻഡിൽ തന്നെ ഏഷ്യൻ ഹൈ ഉണ്ട്. Kind of ലണ്ടൻ ഹൈസ് ഉണ്ട്. പ്രൈസ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സൈഡ് എടുത്തു,
സെൽ സൈഡ് എടുത്തു, ബൈ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് പ്രൈസസ് ഇൻ പ്രീമിയം now. So at this point ബൈ സൈഡിൽ നമുക്ക് ഈ ലിക്വിഡിറ്റി മൊത്തം ഉണ്ട്, സെൽ സൈഡിൽ പക്ഷേ LRL ഉണ്ട്. സോ LRL ഈസ് റിയലി റിയലി ഗുഡ് ലിക്വിഡിറ്റി. ഓക്കെ, ഉണ്ടോ? ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്. നമുക്ക് പ്രൈസ് ആക്ഷൻ 9:30 ഓപ്പൺ നോക്കിയിട്ട് ഇന്നത്തെ ഒരു ഡെലിവറി എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും. നമുക്ക് ഞാൻ നാസ്ഡാക്ക് നോക്കാം. നാസ്ഡാക്ക് ആണെങ്കിൽ ഡെയിലി തുടങ്ങുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നാസ്ഡാക്കിൽ ആക്ച്വലി ഇത് ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡെയിലിയിൽ ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. ദെൻ 4 ഹവറിലെ സെയിം ഗ്യാപ്പ്. ഓക്കെ, 4 ഹവറിൽ ഒരു 70% മേലെ പോയിട്ടുണ്ട്. സോ ക്യാൻ ആക്ച്വലി ഗോ ഹയർ, ബട്ട് ഈ ഇൻവേർഷൻസ് ഉണ്ട്, ഇതാണ് കൺഫ്യൂസിങ് ആവുന്ന മാർക്കറ്റ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ 9:30 ഓപ്പൺ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടേ ഇന്നത്തെ ഒരു സാധനം വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഡെയിലി ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, അവിടെ ഓപ്പണിംഗ് ഗ്യാപ്പ് ഉണ്ട്. ഓപ്പണിംഗ് ഗ്യാപ്പ് ഞാൻ ഒന്നിൽ മാർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. ഓൾറൈറ്റ്, $130. Sorry. ഇതാണെങ്കിൽ ന്യൂസും ഇല്ല, സോ ഇറ്റ്സ് ഗോണ ബി ബോറിങ് ടുഡേ ടു ബി ഓണസ്റ്റ്. പിന്നെ ഇവിടെ പ്രൈസ് ക്യാപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. സോ ലിക്വിഡിറ്റി നമുക്ക് ബൈ സൈഡിലും ഉണ്ട്, സെൽ സൈഡിലും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 9:30 ഓപ്പൺ നോക്കിയിട്ട് ഇന്നത്തെ പ്രൈസ് ഡെലിവറി കണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ആക്ച്വലി ദ ഡെയിലി ഹൈ. ഒക്കെ നല്ല പൂൾ ഓഫ് ലിക്വിഡിറ്റി ആണ് ആക്ച്വലി. ഡെയിലി ഹൈ ആണ്, ഇത് ഡെയിലി ലോയും ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ ആൻഡ് പ്രീവിയസ് ഡേ ലോ, സോറി. ഓക്കെ, പിന്നെ പ്രീവിയസ് ഡേ ലോയും ഉണ്ട്, പിന്നെ ഇത് ഡെയിലി ഹൈയും ഇത് ഡെയിലി ലോയും ആണ്. നമുക്ക് ആക്ച്വലി 9:30 പ്രൈസ് ഡെലിവറി നോക്കിയിട്ട് ഇന്നത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രൈസ് ഇപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് നമുക്ക് ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ പ്രൈസ് പ്രീമിയത്തിൽ ഓൾമോസ്റ്റ് പ്രീമിയത്തിൽ പോയി ഡിസ്കൗണ്ടിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. യാ, ലെറ്റ് സി പ്രൈസ് ഓൾമോസ്റ്റ് ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഗോ ഐദർ വൈസ്. ഈ സെയിം സാധനമാണ് ഡെയിലി തൊട്ട് നമ്മൾ കണ്ടത്. ഒരുമാതിരി ഒരു സ്പോട്ടിലാണുള്ളത്. സോ 9:30 to 11:15 അവിടെയാണ് ഞാൻ ഓൾമോസ്റ്റ് ആ ഒരു ടൈം റേഞ്ചിൽ ഞാൻ പൈസ നോക്കാറില്ല. അതിന് ശേഷം ഞാൻ പിന്നെ just get out of the market. Okay, it's better like 11:15 ശേഷമൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു വെയിറ്റ് ടിൽ ആഫ്റ്റർനൂൺ സെഷൻ. ഇതാണ് ബെറ്റർ. കാരണം 11:15 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി ചോപ്പ് ഡെലിവറി ആയിരിക്കും, എന്തൊരു ഡെലിവറി ആയിരിക്കും. യൂഷ്വലി ലൈക്ക് ഇറ്റ്സ് നോട്ട് നെസസറി ടു ഡു ദാറ്റ്, ബട്ട് യൂഷ്വലി അതായത് നമ്മളെപ്പോഴും പ്രോബബിലിറ്റി വെച്ചുള്ള കളിയാണല്ലോ ഇത്. സോ യൂഷ്വലി അങ്ങനെയാണ് ഉണ്ടാവാറ്. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ് ആഫ്റ്റർ 11:15. ഇത് എൻ്റെ ഒരു ടേക്കാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എൻ്റെ ടേക്കാണ്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഓൾ ദി വേ. ഓൾറൈറ്റ്, നമുക്ക് ESലും സെയിം സാധനം മാർക്ക് ചെയ്യാം. ബൈ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്, ഞാൻ ക്യാൻസൽ ചെയ്യാൻ. ഐ ഡോണ്ട് ലൈക്ക് മൈ ചാർട്ട് ടു ബി chaotic. ജസ്റ്റ് ലൈൻസ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. I want my chart to be clean. 11:15 വരെയുള്ള സാധനം വെക്കാം. This is actually previous day high. This would be previous day low. Okay.
നമുക്ക് സെഷൻ ടൈമിങ്സും മാർക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ 9:30 to 11:15. ഓക്കെ, നമുക്ക് 9:30 പ്രൈസ് ഡെലിവറി എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പം 9:24 ആയി. ഇറ്റ്സ് വെയിറ്റ് ടിൽ 9:30. ഓക്കെ, പിന്നെ ഇതിൽ SMT കാര്യങ്ങളൊന്നുമില്ലല്ലോ. ബുള്ളിഷ് ആണെങ്കിൽ ഐ തിങ്ക് നാസ്ഡാക്ക് ആയിരിക്കും ലിറ്റിൽ ബെറ്റർ ടു ട്രേഡ്. കാരണം ഇത് കണ്ടോ, ഇവിടെ ഹൈ എടുത്തിട്ടില്ല, കൈൻഡ് ഓഫ് എൻ SMT അവിടെ ഉണ്ട് കണ്ടോ. ഇത് ഓൾറെഡി നമ്മളെടുത്തത്. ഇത് രണ്ടും കോറിലേറ്റഡ് മാർക്കറ്റ്, അപ്പോൾ ഇറ്റ് ഷുഡ് ബിഹേവ് ദ സെയിം. പിന്നെ ഈ ഒരു ഫെയർ ഗ്യാപ്പ് ഉണ്ടോ, അത് ഇതിൽ നാസ്ഡാക്കിൽ എടുത്തിട്ടുണ്ട്, ES എടുത്തിട്ടില്ല. Look at that. Let's see, 9:30 വരെ വെയിറ്റ് ചെയ്യാം. 5 minutes ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, $27.28 ആയി. 2 more minutes. ഇത് ആക്ച്വലി ഒരു നല്ല ലിക്വിഡിറ്റിയാണ് ആക്ച്വലി. ഇവിടുന്ന് ഇത് ലണ്ടൻ ഹൈ ആണ്. നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ കണ്ടോ. ഇത് ആക്ച്വലി നല്ലൊരു പ്രോമിസിങ് ലിക്വിഡിറ്റി ആണ്. റൈറ്റ്, അതായിട്ട് ആ ലിക്വിഡിറ്റി 9:30 ഓപ്പണിന് എടുത്തിട്ട് മേ ബി ചിലപ്പോൾ അവിടെ നിന്ന് റീട്രേസ് ചെയ്യും. ഓർ ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ അടുത്തുള്ളതുകൊണ്ട് ഏഷ്യൻ ഹൈ ഉണ്ട്, പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്, പിന്നെ അല്ലേ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പ്രൈസ് മേ ബി ഇവിടുന്ന് കുതിച്ചു വരാം, മേലോട്ട് പോവാം. നമുക്ക് നോക്കാം. മാർക്കറ്റ് ഒന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. പ്രൈസ് ആക്ഷൻ നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ എപ്പോഴെന്താണ് നടക്കുന്നത് അതിൻ്റെ കൂടെ പോകുന്നതാണ് നല്ലത്. നമ്മളൊരു ബയസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ മാനിപ്പുലേറ്റഡ് ആവാൻ ചാൻസസ് കൂടുതൽ. സോ മാർക്കറ്റിൽ എന്താണ് അപ്പം നടക്കുന്നത് അതിനെ റിയാക്ട് ചെയ്യും. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു ട്രേഡ്. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ തന്നെ ആവാമെന്ന് ഷർട്ടിയും പിടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡസൻറ്റ് കെയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, നമ്മൾ ഇമോഷണലാവും.
പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ. It's better to look what the market is doing right now and react off of that. Okay. ഫെയർവാല്യൂ ഗ്യാപ്പ് ഞാൻ ഒഴിവാക്കിയത് I want my chart to be clean. അതാണ് കേട്ടോ. ഓക്കെ, ചുമ്മാ കുറേ കാര്യങ്ങൾ വരച്ചിട്ടൊന്നുകൊണ്ടൊന്നും ചുമ്മാ chaotic. I don't like that. നാസ്ഡാക്ക് അതാ പോകുന്നത് 9:30 ഓപ്പൺ ആയി. സോ പ്രോബ്ലി ആ ഹൈ എടുക്കും. 15 minutes candle. Yeah, 15 minutes candle ആ ഹൈ എടുത്തു. എന്നിട്ട് നമുക്ക് അതുവരെയുള്ള പ്രൈസ് ഡെലിവറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബുള്ളിഷാണ്. സി, ഞാൻ പറഞ്ഞില്ലേ, it's gonna go higher and higher and higher. പക്ഷെ നമ്മളിപ്പോൾ ചാടിക്കയറി ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ that will be a bad decision. നമുക്ക് വെയിറ്റ് ചെയ്യാം. റിസൾട്ട് നമ്മളൊക്കുന്നുണ്ട്. നമുക്ക് 15 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കാം. കാരണം ഓൾറെഡി മാർക്കറ്റ് ഇന്ന് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണുള്ളത്. സോ അത് രണ്ട് സൈഡ് ലിക്വിഡിറ്റി എടുക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചാടിക്കയറി എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പണി പാടും. സോ നമുക്ക് ഈ 15 മിനിറ്റ്സ് ക്യാനിൽ ജസ്റ്റ് ഒന്ന് ഒതുങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നാസ്ഡാക്ക് ഇവിടെ. ഓക്കെ, നാസ്ഡാക്ക് അപ്പം ഈ ഹൈ എടുത്തു കേട്ടോ. അപ്പം ഓക്കെ, യെസ്, പക്ഷേ എനിക്ക് എടുത്തിട്ടില്ല. സോ ബൈ സൈഡ് എടുത്ത് നമുക്കെന്നാ റീട്രേസ്മെൻറ്റ് ഫോക്കസ് ചെയ്യാം. മാർക്കറ്റ് ആക്ച്വലി ഡെയിലി പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വെരി ഹൈ പ്രീമിയത്തിലാണുള്ളത്. നമുക്കൊരു SMTയും ഓൾമോസ്റ്റ് ഇപ്പം 1 മിനിറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു SMT ആയിട്ടുണ്ടാവും. സി, ഒരു 1 മിനിറ്റേക്ക് ഡ്രോപ്പ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ ഹൈ ഹാഷ്ടാഗ് എടുത്തിട്ടില്ല, DS എടുത്തോ. സോ ദാറ്റ്സ് ആൻ SMT. നമുക്ക് പറഞ്ഞ പോലെ ഇന്നൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് മാർക്കറ്റ്. സോ റഷ് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യട്ടെ. 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യട്ടെ. 9:45 ശേഷം നോക്കാം. ദാറ്റ്സ് ബെറ്റർ. ചിലപ്പം ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ചുമ്മാ മാനിപ്പുലേറ്റഡ് ആയി പോകും. ഇറ്റ്സ് ബെറ്റർ ടു വെയിറ്റ്. ഇറ്റ്സ് ബെറ്റർ ടു നോട്ട് ഗെറ്റ് ദ ട്രേഡ് ദാൻ ലൂസിങ് യുവർ ക്യാപിറ്റൽ. ഓക്കെ, ട്രേഡ് കിട്ടിയില്ലെങ്കിലും കിട്ടിയില്ല എന്നുള്ളൂ, പക്ഷെ ക്യാപിറ്റൽ പോയത്. സോ പേഷ്യൻസ്, വെയിറ്റ്. 10 മിനിറ്റും കൂടെ.
നാസ്ഡാക്കിൽ SMT കാണിക്കുന്നത് കൊണ്ട് ഷോർട്ട് നമുക്ക് വേണമെങ്കിൽ നാസ്ഡാക്കിൽ പോകാം. നോക്കാം എന്തായാലും 15 മിനിറ്റ്സിലേക്ക് ക്യാൻഡിൽ എന്തായാലും ക്ലോസ് ചെയ്യട്ടെ. ES ഉണ്ട്, ES മേലെ തന്നെ നല്ല SMT ആണത്. നേരത്തെ പറഞ്ഞ പോലെ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് ഹൈക്ക് അത്ര ബ്യൂട്ടി. SMT ആണെന്നാണ് തോന്നുന്നത്. നാസ്ഡാക്ക് നല്ല ബാരിഷ്നസ് കാണിക്കുന്നുണ്ട്. ES ആണെങ്കിൽ താഴത്തില്ലടാന്ന് പറഞ്ഞ് നിൽക്കുക. What's happening? What's cooking? ES അതാ പ്രീവിയസ് ഡേ ഹൈ എടുക്കാൻ വേണ്ടി പോകുന്നു. യൂഷ്വലി നേരെ തിരിച്ചുണ്ടാവാറ്. നാസ്ഡാക്കാണ് വയലന്റ് മൂവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറ്. എന്തോ ESന് തോന്നിയായിരിക്കും. അഞ്ച് മിനിറ്റും കൂടെ. Let's wait.
No. റിട്രേസ്മെൻറ്റ് കണ്ടു തുടങ്ങി. യെസും റിട്രേസ് ചെയ്യാൻ തുടങ്ങി. താണ്ടെ പോകുന്ന നാസ്ഡാക്ക് 5 minutes ആയ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ നൈസായിട്ട് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. വാല്യൂ ഗ്യാപ്പ് ഇൻവേഴ്സ് ചെയ്യാൻ നോക്കാം. ഇത് റെഡ് കളർ, നമുക്ക് യെല്ലോ വരാം ഇൻവേഴ്സ് ചെയ്യാൻ നോക്കാം. സെയിം സംഭവം ES ഉണ്ടോ ഉണ്ടോന്നോ? ES ഇവിടെ സാധനമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ES 2 എണ്ണം ഉണ്ട്. നമ്മളെപ്പോഴും ഡിസ്കൗണ്ടിലുള്ളത് ഡിസ്കൗണ്ടിലുള്ളത് കുഴപ്പമില്ല. സോ ഇറ്റ്സ് ഫൈൻ. ഓഫ് മാൻ, ഏതാ മൂമെൻറ്റ്. നമുക്ക് എന്ത് ചെയ്യണം? 5 minutes ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. Why it's not gonna go good. മിനിറ്റിലൊക്കെ ചോപ്പ് ചെയ്യാം. പറഞ്ഞില്ലേ പ്രൈസ് ചുമ്മാ നെക്കിലവരും സ്റ്റേറ്റിലായിരുന്നു. സോ ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ. അതിൽ പെട്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ES ആണ് ഒരു ഇച്ചിരിയും കൂടി ഒരു മാനുവലുള്ള ഡെലിവറി കേട്ടോ. എടുത്തു നമുക്ക് സംഖ്യയുണ്ട്. ഇനി ഈ ക്യാൻഡിൽ മേലോട്ട് റീട്രേസ് ചെയ്ത് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മേ ബി ഒരു എൻട്രി ബുക്ക് ചെയ്യാം. ഇത് ഭയങ്കര വലുതാണ്, വലിയ ട്രേഡാണ് ആക്ച്വലി. ES ആണെങ്കിലോ ഫീസും ഓൾമോസ്റ്റ് $1,000 റിസ്കിങ് വരുന്നൊരു ട്രേഡാണ്. നോക്കാം എന്തായാലും. യാ 1 minute ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആക്ച്വലി നല്ലതാണ്. ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഡിസ്കൗണ്ട് അവിടെ ഏകദേശം 5 minutes ക്യാൻഡിലല്ലേ ക്ലോസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു 50% ലെവലിൽ പ്രൈസ് വരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ഇല്ല. ഓക്കെ, ഷോർട്ട് ചെയ്യാം. 4870. അയ്യോ, ഇത് ഭയങ്കര വലിയ ട്രേഡാണ്, അതാണ് പ്രശ്നം. 1:1 പിന്നുള്ളത് 1:2. ഇവിടെ ഒരു സാധനമുണ്ട്, നോക്കാം നമുക്ക്. പ്രൈസ് ആക്ച്വലി ക്ലോസ് ചെയ്തു.
ESL സെയിം. ഇൻവേഴ്സ് ചെയ്തു. സോ പ്രൈസ് ഈസ് ബെയറിഷ്. നല്ലൊരു എൻട്രി കിട്ടണം, അതിനാണ് ഇനിയിപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണത്. അപ്പം ഇതിൽ പ്രൈസ് ESL വരുവാണെങ്കിൽ നമുക്കെടുക്കാം. അതേപോലെ നാസ്ഡാക്കിലാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു റേഞ്ചിൽ വരുവാണെങ്കിൽ പ്രൈസ് എൻട്രി എടുക്കാം. ഓർ നമുക്ക് നല്ലൊരു എൻട്രി ഇതിൻ്റെ താഴോട്ട് കിട്ടുവാണെങ്കിൽ can also do that. No. ഈ ഒരു സാധനം എടുത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനൊരു സംഭവം നമുക്ക് ഷോർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു 50% ലെവൽ എടുത്തിട്ട് ഈ സാധനം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. റിസ്ക്കിയാണ്, ബട്ട് സ്റ്റിൽ വേണമെങ്കിൽ എടുക്കാം. കാരണം ഇന്ന് റീട്രേസ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റൊന്നും ഇല്ല. പക്ഷേ മേലെ അത്രയും ലിക്വിഡിറ്റി കിടക്കുന്നതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, കണ്ടോ, നമുക്ക് ഈ എൻട്രി എടുക്കാം. ഓക്കെ, വെയിറ്റ് മാട്. പൈസ ചുമ്മാ അഥവാ നമുക്ക് എടുക്കാം, അതുകൊണ്ട് ജസ്റ്റ് അവിടെ വെക്കാം. എന്നിട്ട് ES നോക്കാം. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ ഓൾറെഡി ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, സോ പ്രൈസ് വേണമെങ്കിൽ ഇപ്പം ഒരുമാതിരി എൻ്റെ സ്വഭാവം കാണിക്കും. ഡീപ്പ് ഡിസ്കൗണ്ട്, അതിന് പ്രീമിയത്തിലേക്ക് വരാണ്ട് നമ്മളൊരു എൻട്രി എടുക്കുന്നത് മണ്ടത്തരമാണ്. ഈ എൻട്രി ഇത് കിട്ടുകയാണെങ്കിൽ എടുക്കാം. എനിക്ക് എന്തായാലും ഐ ഡോണ്ട് നീഡ് ദിസ് മച്ച്. 3000 സംതിങ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു $1800 മതി. സോ സംതിങ് അറൗണ്ട്, എന്താ പറയുക, ഇവിടെ കിട്ടിയാൽ മതി എനിക്ക്. ഇത് ഓൾമോസ്റ്റ് എത്രയുണ്ട്, 1:1.36, 1.4 അടുത്തല്ലേ. ഇറ്റ്സ് നോട്ട് ബാഡ്. അത് കിട്ടുവാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇറങ്ങിപ്പോവാൻ. ഓക്കെ, നോ ഇമോഷൻസ്. എന്തായാലും 9:30 ഓപ്പണിൽ പറഞ്ഞത് ആ ഒരു സാധനം ചെയ്തുകൊണ്ട് ഐ എം ഹാപ്പി. Capital preservation is way important than taking an entry. സാധനം എപ്പോഴും മൈൻഡിൽ വെക്കുക. You have to keep that in mind. ഓക്കെ, SMT കാണിച്ചതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ ഒരു കളി കളിക്കുന്നത്. ഒരു 10 മണിക്കൊരു ലിക്വിഡിറ്റി വരാനുണ്ട്. മേ ബി അതിന് മുന്നേ നമുക്ക് എൻട്രി കിട്ടുമെന്ന് വിചാരിക്കാം. എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിൽ വെച്ച് വേണം കളിക്കാൻ.
lower time frame, so always manipulate here. So 3 hour 3 minutes candle ആണെങ്കിൽ ഓൾമോസ്റ്റ് അവിടെയാണ് 50% വരുന്നതല്ലേ. പക്ഷേ 1 മിനിറ്റിൽ അങ്ങനെയുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ ഒരുമാതിരി shouldn't 50% little bit better than 50%. അപ്പം നമുക്കതെടുക്കാം, നമുക്ക് ആ എൻട്രി ഫോക്കസ് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഓക്കെ, എന്താ ചെയ്യുന്നേ? വലിയ സുഖമൊന്നും ഇല്ല. ചിലപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് പൈസ താട്ടങ്ങ് പോയി കളയാം. അതാണ് നമുക്ക് നമ്മളിങ്ങനെ കണ്ടോ സ്വഭാവം കാണിക്കും ചിലപ്പോൾ പ്രൈസ്. അപ്പം നമുക്ക് ഇമോഷൻ കയറി വരും. ബട്ട് നോട്ട് ടുഡേ. യെസ് ആണെങ്കിൽ ഒരുമാതിരി സ്റ്റാക്കിൽ നമുക്ക് ഓർഡർ കിട്ടി. നോക്കാം എന്ത് സംഭവിക്കും നോക്കാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അതാണ് ഇതിൻ്റെ ഒരു ഇത്. We are not bothered, we are not worried. Okay, let's wait. I hope my analysis is right. I hope that I was not manipulated. I hope that this trade takes TP. Okay, യെസ് നോക്കാം. യെസ് ആക്ച്വലി അതൊന്ന് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ. 11 minutes 10 minutes അവരെ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ, അത് ഇൻവേഴ്സ് ചെയ്തതിന് നമുക്ക് നമ്മുടെ ബയാസ് കുറച്ചും കൂടി സ്ട്രോങ് ആയി നിൽക്കുമായിരുന്നു. ലെറ്റ്സ് സീ. നോ, ഇൻവേഴ്സ് ചെയ്യാത്തതുകൊണ്ട് ഐ എം നോട്ട് ദാറ്റ്. കണ്ടോ, ഈ മൈക്രോ പ്രൈസ് മൂവ്മെൻറ്റ് നോക്കരുത്. ഐ എം ടെല്ലിങ് ദിസ് ഓൾ മൈ സെൽഫ്. ഓക്കെ, എല്ലാം ഞാൻ എന്നോട് തന്നെ പറയണതല്ല. ഈ ക്യാൻഡിലും കൂടെ നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഇൻവേഴ്സ് ചെയ്യണം. ഇറ്റ് ഷുഡ് ഡു ദാറ്റ്. പക്ഷെ പ്രൈസ് almost ഒരുമാതിരി equilibrium delivery, so we cannot ask too much today. നോക്കാം ഈ ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യുന്നത് നോക്കാം. ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഗുഡ്. നോ, what do you think? പ്രൈസ് ആക്ച്വലി ESഉം കൂടെ നോക്കാം. ESൽ അത് ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ് കേട്ടോ. ഇതാണ് കോറിലേഷൻ നോക്കേണ്ടത്. കാരണം ഇൻവേഴ്സ് ചെയ്ത് ESൽ അത് ഇൻവേഴ്സ് ചെയ്ത് പ്രൈസ് ഈസ് ബാരിഷ്. അപ്പോൾ നമുക്ക് പ്രൈസ് ഹോൾഡ് ചെയ്യാം, മേ ബി കാരണം ഉണ്ടാവും. ലെറ്റ്സ് സീ. ES അത് മാത്രമല്ല, ES നമുക്ക് എന്താ ഈ ലോ എടുത്തിട്ടുമില്ല. സോ പ്രൈസ് ഈസ് ബാരിഷ്. ലെറ്റ്സ് സീ. ചോപ്പി മൂവ്മെൻ്റ് ആണ് പ്രശ്നം. ശരിക്കും നല്ലത് വെക്കുക, എണീക്കുക, പോവുക. ദാറ്റ്സ് ബെറ്റർ. പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു സ്ട്രോങ് ബാരിഷ് മൂവ്മെൻറ്റാണ്. തരുമോ നോക്കാം.
പക്ഷെ പ്രൈസ് ഈസിലി ലിക്വിഡിറ്റി അത് എടുത്തു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാവും. ലെറ്റ് സി 10 ESL ഇപ്പം മേലുള്ള ലിക്വിഡിറ്റി അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. ഈ ഹൈ ഹോൾഡ് ചെയ്യണം പ്രൈസ് ബാരിഷ് ആണെങ്കിൽ. ഇപ്പം ഈ ക്യാനിൽ ഇൻവേഴ്സ് ചെയ്ത് ക്ലോസ് ചെയ്താലും മതി. ഒക്കെ നമുക്ക് 27, 26 ഈ ക്യാനിൽ ഇൻവേഴ്സ് ചെയ്തില്ലേ ഐ ആം ക്ലോസിങ് ദിസ് ട്രേഡ്. ഓക്കെ, 11, 10, 8, 7, 6, 5, 4, 3, 2, 1. Okay, yeah, I can take that as an inversion. So I hope price is bearish. Yeah, price ഈ ലോ ഓൾറെഡി എടുത്ത് പ്രൈസ് ചെയ്തില്ല ESL. See, so that's a good sign. ഇത്രയും LRL ഉണ്ട് നമുക്ക് ഇവിടെ. So which also means price would want to take that. പിന്നെ ഈ ഹയർ ലിക്വിഡിറ്റി ആയിട്ട് ഇതുണ്ട്. സോ നമുക്ക് നോക്കാം. പക്ഷെ നാസ്ഡാക്ക് ഒരുമാതിരി കളി കളിക്കുന്നുണ്ട്. നാസ്ഡാക്കിൽ ഞാൻ എന്തൊക്കെയാണുള്ളത്? 15 മിനിറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും LRL ഉണ്ട്. സോ നീട്ട് വഴി 15 മിനിറ്റ്സിലേക്ക് നോക്കുമ്പോൾ ഒരുമാതിരി ഡാർക്കാണ്. പക്ഷെ നമ്മൾ 1 മിനിറ്റിലാണ് എടുത്തത്. സോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കൈൻഡ് ഓഫ് എനിക്കെന്തോ ഈ മൂവ്മെൻറ്റ് കണ്ടിട്ട് ഐ ആം നോട്ട് ദാറ്റ് കംഫർട്ടബിൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസിന് നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് ഉണ്ടാവും. ആക്ച്വലി നല്ല മൂവ്മെൻ്റ് ആട്ടോ തരുന്നത്. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു എൻട്രി ഇവിടെ എടുക്കാമായിരുന്നു മേ ബി ആണെങ്കിൽ. അല്ലാതെ അറിയണോ, ലെറ്റ് സി. ഇപ്പം എന്തായാലും നമുക്ക് ഇതിൽ നഷ്ടമൊന്നുമില്ല. സോ നമുക്ക് നമ്മുടെ ബയാസ് കറക്റ്റ് ആവുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏകദേശം ഇവിടെ വരെ പോയാൽ മതി. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഹൈ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഓൾറെഡി കുക്ക്ഡായി നിൽക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ആക്ച്വലി പ്രൈസിന് ഉണ്ട്. ഈസ് ഷോയിങ് മീ bearishness. Why don't you do that? Thank you. Why don't you do that? Why don't you take YTP? Why don't you do that? Your order block on it doesn't have to hold it actually, because other retracement it doesn't give that much value to the price delivery. യെസ് ആണെങ്കിൽ യെസ് നേരത്തെ ബുള്ളിഷ്നെസ് കാണിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, ബെറിഷ്നെസ് കാണിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. യെസ് മൊത്തം എനിക്കെന്താ കാണിക്കുന്നത് നോക്കാം. എന്തായാലും നമുക്ക് ഇതിൽ റിസ്ക് ഒന്നുമില്ല. നമ്മളിപ്പം റിസ്ക് ഫ്രീ ബ്രേക്ക് ഈവൻ ആക്കി വെച്ചു പ്രൈസ്. സോ നമുക്ക് പ്രൈസ് പോകാൻ നോക്കാം. Again, I'm not demanding anything from the market. I'm just doing the whatever shit market is doing. Okay, I'm just reacting. യെസ്, ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് താഴ്ട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓ മാൻ, അത് പണിയാണല്ലോ.
ഈ ലോ ബ്രേക്ക് ചെയ്യട്ടെ. യെസ് കാണിക്കുക കണ്ട്. യെസ് ലോ ബ്രേക്ക് ചെയ്താൽ എനിക്ക് ഓക്കെ. എനിക്ക് അപ്പോൾ എനിക്ക് പാട്ട് കൊണ്ട് നമ്മൾക്ക് ഓൾമോസ്റ്റ് 1:1 ആയി. ഈ ലോ എടുക്കുക, വന്നിട്ട് എടുക്കുക. കമോൺ. യെസ് എന്താ കാണിക്കുന്നത്? യെസ് ഓക്കെ. യെസ് എന്തായാലും ഈ ലോ ഉണ്ട് ഇവിടെ. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തുള്ള ലോ. സോ ഐ വിൽ ടേക്ക് ഇറ്റ്. ഇപ്പോൾ 3 minutes ആയി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഫെയർ വാല്യൂൻ്റെ അകത്തുള്ള ഒരു നല്ല ലോ ആണ്. സോ യെസ് ആക്ച്വലി വാണ്ട് ടു ടേക്ക് ഇറ്റ്. എനിക്കും ആണ്. എനിക്ക് ഒരുമാതിരി I don't want to do it എന്ന് കളിക്കുന്നുണ്ട് എനിക്ക്. പക്ഷെ നല്ല ലിക്വിഡിറ്റി ആണ് കേട്ടത്. സോ ഇറ്റ് ഷുഡ് ടേക്ക് ഇറ്റ്. നമ്മളെന്തായാലും ഈ ട്രേഡ് റിസ്ക് ഫ്രീ ആണ്. നമുക്ക് ഇതിൽ റിസ്ക് ഒന്നുമില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ മാർക്കറ്റിനെ വെറുത്ത് പോവുക. Yeah, that's a deep pinch. ഇത്രയും പോയിട്ട് മാർക്കറ്റ് ഒരുമാതിരി കളിക്കും. അതാണ് പ്രശ്നം. ഇത്രയും ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ മേ ബി റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇവിടെ എന്താ മറ്റേ ബൈക്ക് വരാൻ നിൽക്കുന്നവന്മാരെ ട്രാപ്പ് ചെയ്യാനാവാം. എന്തായാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. ഇതാണ് ട്രേഡിങ്ങിൻ്റെ സ്ട്രെസ് ആക്ച്വലി. ഈ പ്രൈസ് ആക്ഷൻ്റെ ഈ ചോപ്പി പ്രൈസ് ആക്ഷൻ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. നമുക്ക് മെൻ്റലിയും ഇമോഷണലിയും വളരെ സ്ട്രെയിനിങ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു പ്രശ്നം. ഇത്രയും ഫ്രീഡവും കാര്യങ്ങളും തരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിലും എവിടെയാണ് പ്രശ്നം? നമ്മൾ മാനിപ്പുലേറ്റഡ് ആയി പോകുക എന്നുള്ള സാധനങ്ങളൊക്കെ എവിടെയാണ് വരിക. അപ്പം ഏറ്റവും നല്ലത് ഇറ്റ്സ് ബെറ്റർ ടു എന്താ പറയുക, ഫോളോ വൺ സോളിഡ് ഡിസിപ്ലിൻ സെറ്റപ്പ്. അതുണ്ടാക്കുക, അത് ഫോളോ ചെയ്യുക. എന്താ പറയുക, TP ആണെങ്കിലും SL ആണെങ്കിലും എന്താണെങ്കിലും ജസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ് ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ. അതാണ് ഏറ്റവും നല്ലത്. അല്ല നമ്മൾ ചുമ്മാ ഇമോഷൻ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത്രയും വന്നിട്ട് തിരിച്ചു പോയല്ലോ എന്നുള്ള സാധനം വെച്ച് കളിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താ പറയുക, നമ്മളെ മെൻ്റൽ സ്റ്റേറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഗുഡ് ഫോർ അസ്. കേസ് വന്നിട്ട് ആ ലിക്വിഡിറ്റി എടുത്തു ആണെങ്കിൽ 0.5 അപ്പ് ക്ലോസ് ചെയ്താലോ? ഈ തോട്ടാണ് ഇവര്. നോക്കാം. നമ്മളെന്തായാലും നമ്മുടെ അനാലിസിസും കറക്റ്റാണ്, എൻട്രിയും കറക്റ്റാണ്, കറക്റ്റ് മോഡൽ ഫോളോ ചെയ്തിട്ടുണ്ട്. സോ TP അടിക്കുകയാണെങ്കിൽ SL അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ, നമുക്ക് എന്തായാലും നഷ്ടമില്ലല്ലോ ഈ ട്രേഡ് കൊണ്ട്. ഒരു നല്ല മൈൻഡ് സെറ്റാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് TP അടിക്കാനുള്ള ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചോപ്പിനെസ് കാണിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 10:30 ഒരു 10 o'clock ഒരു മാനിപ്പുലേഷനാണ് നമ്മളവിടെ കണ്ടത്. നമ്മുടെ പ്രൈസ് പോയതുണ്ട്. നമ്മളവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ ഗതി? അപ്പം പ്രൈസ് TP അടിച്ച് ക്ലീൻ ഫോർ ദ ഡേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഗ്രീനായിട്ട് ക്ലോസ് ചെയ്തു. എവിടെ 1854 നമ്മൾ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. I'll see you in the next video. Okay, bye.